ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നോക്കിയത് ഉമ്മയാണ്. സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിനെ നോക്കിയത് ഉമ്മയാണ്. മഹാനായ സയ്യിദുനാ ഈസ നബി അലൈഹിസ്സലാമിനെ നോക്കിയത് ഉമ്മയാണ്. മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമിനെ നോക്കി. എന്തിനാ അങ്ങോട്ടൊക്കെ പറഞ്ഞത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാപ്പ നോക്കിയിട്ടില്ല. മുത്തുനബിയെ നോക്കിയത് ഉമ്മയാണ്. ഉമ്മുനാ ആമിന റളിയല്ലാഹു അൻഹാ, ആമിന ബീവിയാണ്. പിന്നാര നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയത്. പിന്നെ വളർത്തുമ്മയായ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹയാണ്. ആമിന ബീവി നോക്കി. പിന്നെ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹ നോക്കി. സുവൈബത്തുൽ അസ്ലമിയ്യ നോക്കി. വാപ്പാന്റെ അടിമ സ്ത്രീയായിരുന്നു സുവൈബത്തുൽ അസ്ലമിയ്യ. ഉമ്മു ഐമൻ നോക്കി. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പെണ്ണുങ്ങളെ പേരാണ്. ഈ പറഞ്ഞതൊക്കെ സ്ത്രീകളുടെ പേരാണ്. ആമിന ബീവി റളിയല്ലാഹു അൻഹാ, ആമിന ബീവിയുടെ അടുക്കൽ നബി തങ്ങൾ ജീവിക്കുന്ന കാലത്താണ് മുല കൊടുക്കാൻ വേണ്ടി ഹലീമ ബീവി റളിയല്ലാഹു അൻഹാ കൊണ്ടുപോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം തീരെ പഠിക്കാതെ പോയൊരു അധ്യായമാണ്. വളരെ കുറഞ്ഞ വായനകളും പഠനങ്ങളും മാത്രമാണ്. പഴമക്കാർ പഠിച്ചിട്ടില്ല എന്നല്ല കേട്ടോ, നമ്മൾക്ക് ഇടയിൽ നിന്ന് വളരെ ചെറിയ വായനയും പഠനമാണ് നബി തങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ളത്. റബീഉൽ അവ്വൽ 12-ന് കുട്ടികൾ വയത് പറയുകയാണെങ്കിലും ഇന്റർനാഷണൽ വിഷയങ്ങളാ പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കുട്ടിക്കാലുണ്ട്. 1 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജനിച്ച ഉടനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ പഠിക്കേണ്ട സംഗതികളാണ്. 2 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 വയസ്സ് പൂർത്തിയായപ്പോൾ നബി തങ്ങൾക്ക് മുലകുടി നിർത്തി. എന്നാൽ 4 വയസ്സിന്റെ ആരോഗ്യം ഉണ്ടായിരുന്നു പുണ്യ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലാണ്. 2 വയസ്സിൽ 4 വയസ്സിന്റെ ആരോഗ്യമുണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 3 വയസ്സ് കഴിഞ്ഞതിന് ശേഷം 4-ാം വയസ്സിലാണ്, അല്ലെങ്കിൽ 3 വയസ്സ് പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് നെഞ്ച് കീറിയ അത്ഭുത സംഭവം ഉണ്ടായത്. ഹലീമ ബീവിയുടെ അടുക്കൽ താമസിക്കുന്ന സമയം 2 വയസ്സ് കഴിഞ്ഞ് 1 കൊല്ലം കൂടി നോക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. ആ സമയത്താണ് നെഞ്ച് കീറിയ അത്ഭുത സംഭവം ഉണ്ടായത്. മഹാനായ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നെഞ്ച് കീറിയ സ്ഥലം, സർജറി നടന്ന സ്ഥലം നബി തങ്ങൾ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ അടയാളം നബി തങ്ങൾ വഫാത്താകുന്നത് വരെയും നെഞ്ചത്തുണ്ടായിരുന്നു. സങ്കല്പമല്ല, ഒറിജിനൽ ഓപ്പറേഷൻ തന്നെയാണ്. ആ അടയാളം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് 10 കൊല്ലം മുസ്തഫ നബി തങ്ങളുടെ കൂടെ കഴിഞ്ഞുകൂടിയ സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സഹീഹിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുട്ടിക്കാലം ഇങ്ങനെ 3 വയസ്സ് തികഞ്ഞ് 4-ാം വയസ്സിൽ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളെ അബ്ദുൽ മുത്തലിബിന് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ആമിന ബീവിക്ക് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അങ്ങനെ തിരിച്ചേൽപ്പിച്ച് ഹലീമ ബീവി പോയി. 4 വയസ്സാണ് അന്ന് നബി തങ്ങൾക്ക്. ഒരിക്കൽ മുസ്തഫ നബി തങ്ങൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാതെയായി. പെട്ടെന്ന് കാണാനില്ല. 4 ഭാഗത്തും അന്വേഷിച്ചു, എവിടെയുമില്ല. നാട്ടുകാര് മൊത്തം അന്വേഷിച്ചു, എവിടെയില്ല. അവസാനം അബ്ദുൽ മുത്തലിബ് കഅബയിൽ ചെന്ന് കില്ല പിടിച്ചു ദുആ ചെയ്തു. നബിയെ തിരിച്ചു കിട്ടിയാൽ ഒട്ടകത്തെ അറുത്ത് മാംസം ദാനം ചെയ്യാൻ നേർച്ച ചെയ്തു. അബ്ദുൽ മുത്തലിബ് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. ആളില്ലാത്ത ഒരു ശബ്ദം പറയുകയാണ്. തിഹാമ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പൊതുവഴിയോട് ചേർന്ന് വലതുഭാഗത്ത് റോഡ് സൈഡിൽ നിൽക്കുന്ന മരത്തിന്റെ താഴെ മുഹമ്മദ് ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശബ്ദം കേട്ടു. അബ്ദുൽ മുത്തലിബും വറഖത്ത് ബിൻ നൗഫലും കൂടി തിഹാമയിലേക്ക് പോയി. തിഹാമയിൽ ചെന്നപ്പോ പൊതു റോഡിനോട് ചേർന്ന് നിൽക്കുന്ന മരത്തിന്റെ ചോട്ടിലെ മരത്തിന്റെ ചില്ലകള് കൊമ്പുകൾ പൊട്ടിച്ചുകൊണ്ട് കളിക്കുന്ന നബി തങ്ങളെ കണ്ടു.
അവർ മുത്തുനബിയെ കൂട്ടിക്കൊണ്ടുവന്നു. ഖുറൈശികൾ സന്തോഷത്തിന് വേണ്ടി ആടിനെ അറുത്തു ദാനം ചെയ്തു എന്ന് താരീഖിലുണ്ട്. ഇങ്ങനെ ഓരോ വയസ്സും ഇങ്ങനെ പഠിച്ചു പോയാൽ നല്ല രസമാണ്. കുട്ടിക്കാലം വളരെ പ്രധാനമാണ്. ഈ ഇരിക്കണ നമ്മളെല്ലാരും ഉമ്മ പെറ്റതാണ്. ഇനിയും നിങ്ങളും നമ്മളെല്ലാരും ഉമ്മ പെറ്റതാണ്. നമ്മളമ്മ നമ്മളെ പ്രസവിക്കണ സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് അവിടെ 3 ആളെ ഏതായാലും ഉണ്ടാവും. ഉമ്മ ഏതായാലും ഉണ്ട്, ഉമ്മാന്റെ ഉമ്മ ഉണ്ട്, ബാപ്പാന്റെ അമ്മ ഉണ്ടാവും, പിന്നെ ആ പ്രസവം എടുക്കാൻ വേണ്ടി വന്ന ഒരു സ്ത്രീ ഉണ്ടാവും. 4 ആൾക്കാരുണ്ട് ചുരുങ്ങി കൂട്ടിയാൽ. ഇതിൽ ആരെയും നമുക്ക് ഓർമ്മയില്ല. ഉമ്മാക്കും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ നബി തങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം. നമ്മളിങ്ങനെ പരമാവധി ബാക്കിക്ക് ചിന്തിച്ചാല് 8 വയസ്സ് വരെ സാധാരണ കിട്ടുള്ളൂ എന്നാണ്. നോർമലി ബാക്കിലേക്ക് 8 വയസ്സ് വരെ കിട്ടുക. സാധാരണ ഒരു മനുഷ്യന് 5 വർഷമാണ് കിട്ടുക. പരമാവധി ചിന്തിക്കാൻ പറ്റുന്ന ഒരാൾക്ക് 8 വയസ്സ് വരെ കിട്ടും. അതിൻ്റെ അപ്പുറത്തേക്ക് കിട്ടൂല. ഞാൻ അങ്ങനെ ചെറിയ കുട്ടിയാവുമ്പോ എൻ്റെ വാപ്പ കയ്യും പിടിച്ചിങ്ങാണ്ട് മദ്രസക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് എന്നെ ചേർത്തു എന്നൊക്കെ നമ്മൾ പറയണത് അങ്ങനെ ഇക്കാരെന്ന് കരുതി പറയാന്ന് ഓർമ്മ ഉണ്ടായിട്ട് പറയാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. أشهد أن محمدا رسول الله. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله. الله أكبر، الله أكبر. لا إله إلا الله. اللهم صل على محمد. اللهم رب هذه الدعوة التامة والصلاة القائمة محمدا الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടിക്കാലം പഠിക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം.
അപ്പോ മാതാപിതാക്കളുടെ ഗുണങ്ങളാണ് മക്കൾക്കുണ്ടായിരിക്കുക എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആശയം. പലപ്പോഴും ഇസ്ലാം ദീന് ഒരാൾക്ക് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കലല്ല, പരിശീലിപ്പിക്കലാണ്. ഫിലോസഫി പഠിച്ചതുകൊണ്ട് കാര്യമില്ല, പ്രാക്ടിക്കൽ ആയിരിക്കണം. പ്രാക്ടിക്കൽ ആവണമെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് കാണണം. അതുകൊണ്ട് മക്കൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്നാമത്തെ കാര്യം, ഈമാൻ, ഇൽമ് തുടങ്ങി കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധമുള്ള മക്കളാക്കുക. അതിന് ഏതൊരു വിഷയം ചെയ്യുമ്പോഴും പറയുമ്പോഴും അത് നബിയിലേക്ക് ബന്ധപ്പെടുത്തി പരിശീലിപ്പിക്കുക. ഒന്നുമല്ല, പെരപ്പണി കഴിഞ്ഞിട്ട് പൈൻ്റ് അടിക്കുകയാണ്, വൈറ്റ് വാഷ് ചെയ്യാൻ പൈൻ്റ് അടിക്കുകയാണ്. വൃത്തി ഈമാന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞതിനാലാണ് പൈൻ്റ് അടിക്കുന്നത് എന്ന് കുട്ടികളോട് പറയാം. ചെറിയ കാര്യങ്ങളൊക്കെ അതേപോലെ നബി തങ്ങളിലേക്ക് കണക്ട് ചെയ്യാം. സല്ലല്ലാഹു അലൈഹി വസല്ലം പേരുണ്ടാക്കിയിട്ട് താമസം തുടങ്ങാൻ പോണതിന്റെ മുന്നേ അങ്ങാടിയിൽ നിന്ന് 350 റുപ്യക്ക് നല്ലത് നോക്കിയിട്ട് ഒരു റോസാപ്പൂവിന്റെ ചെടി വാങ്ങി കൊടുത്തിട്ട് കുഴിച്ചിടാം. അപ്പൊ മൂത്ത കുട്ടി വന്നിട്ട് ചോദിക്കും, ഇത് കുടിരിക്കല് കഴിഞ്ഞിട്ട് കുഴിച്ചിട്ടാ അപ്പൊ ആൾക്കാർ ചവിട്ടൂലെന്ന് ചോദിക്കുമ്പോ പറയാ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് റോസാപ്പൂവിന്റെ മണാണ് ഉണ്ടായിരുന്നത് എന്ന് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് കുടിരിക്കലിന്റെ മുന്നേ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയതാണ് എന്ന് പറയാം. ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധപ്പെടുത്തി കുട്ടികളെ പഠിപ്പിക്കുക. നന്നാവാൻ വേറൊന്നും ചെയ്യേണ്ടി വരില്ല, ഈ ഒരു കാര്യം ചെയ്താൽ മതിയാവും. രണ്ടാമത്തെ ഒരു കാര്യം, ഏതൊരു മനുഷ്യനും നന്നാവണമെങ്കിൽ നല്ല ഒരു ഗുരുവിനോട് ബന്ധപ്പെടുത്തണം, നല്ല ഒരു ഉസ്താദിനോട് ബന്ധപ്പെടുത്തണം എന്നതാണ്. പഴയ ആളുകൾക്ക് ഉണ്ടായിരുന്നതും പുതിയ തലമുറയ്ക്ക് ഇല്ലാതെ പോയതും ഇന്റെ ഉസ്താദ് എന്ന് പറഞ്ഞ ആളാണ്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോന്ന് അറിയില്ല. പഴയ ആൾക്കാർക്ക് ഇന്റെ ഉസ്താദ് എന്നൊരാളുണ്ടാവും. പുതിയ ആൾക്കാർക്ക് ഉസ്താദ്മാരൊക്കെ കുറെ ഉണ്ടെങ്കിലും ഇന്റെ ഉസ്താദ് ഇല്ല. ആരാ എന്റെ ഉസ്താദ് എന്ന് ചോദിച്ചു ഒന്നാള്. അതിൽ പറഞ്ഞൊരു കണ്ണട ചാളായിരുന്നു പറഞ്ഞു. അതൊന്നും നടക്കൂല പരിപാടി. ഇബ്രാഹിമല്ലാക്കാണെങ്കിൽ ഇബ്രാഹിമല്ലാക്കാന്ന് പറയണം, മമ്മൂലിയരാണെങ്കിൽ മമ്മൂലിയർ എന്ന് പറയണം, അല്ലാതെ നടക്കൂല പരിപാടി. പുതിയ തലമുറക്ക് ഇന്റെ ഉസ്താദ് എന്ന് പറഞ്ഞ ആളില്ല, ചോദിക്കാനും പറയാനും ആളില്ല. എന്നാൽ പഴയ തലമുറക്ക് അങ്ങനെയല്ല. ഒരാകെ 3ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ വെച്ചാലും ഇന്റെ ഉസ്താദ് ഉണ്ടാവും. ഓർക്ക് ചോദിക്കാൻ ആളുണ്ട്, ഓർക്കൊരു സംശയം വന്നാൽ സമീപിക്കാൻ ആളുണ്ട്, മറുപടിയുണ്ട്, ആ മറുപടിക്ക് സ്വീകാര്യതയുണ്ട്. ഇങ്ങനെ എന്റെ ഉസ്താദ് എന്ന് പറഞ്ഞ ഒരാൾ പഴയ തലമുറക്ക് ഉണ്ടായിരുന്നു, പുതിയ തലമുറക്ക് ഇല്ല. യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം ഒരു നല്ല ഉസ്താദുമായി, ഗുരുനാഥനുമായി ബന്ധപ്പെടുത്തുക എന്നതാണ്. സത്യത്തിൽ മക്കളെ നന്നാക്കിയെടുക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കാണ്. അത് ഗുരുനാഥന്മാർക്കാകുന്നത് ഏൽപ്പിച്ചു കൊടുക്കൽ, ഏറ്റെടുക്കൽ എന്നിവ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുത്തുക. രണ്ട്, നല്ല ഗുരുനാഥന്മാരുമായി ബന്ധപ്പെടുത്തുക. ഇത് മക്കൾ നന്നായി തീരാൻ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിന്റെ മേലായിരിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിന്റെ മേൽ ആയിരിക്കുമെന്നാണ്. അതായത് നമ്മളിപ്പോ മോൾക്കൊരു കല്യാണം വന്നു വിചാരിക്കുക. മോൾക്കൊരു കല്യാണം വന്നാല് നമ്മൾ ആദ്യം പരസ്യമായിട്ട് അന്വേഷിക്കുന്നതിന് മുമ്പ് ഒന്ന് സ്വകാര്യത്തിൽ അന്വേഷിക്കാൻ പോകും. ഓലെ പെരന്റെ അടുത്തുള്ള നിസ്കാര പള്ളിക്ക് ഒരു അസർ നിസ്കാരത്തിന് ചെന്നിട്ട് അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിന്റെ അടുത്തുള്ള ചായപ്പീടിയെ കയറിയിട്ട് ഒരു ചായ ഒരു നെയ്യപ്പോ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ആ ചായപ്പീടിയൊക്കെ ചായ കുടിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ വരും. അതിലൊരാളോട് ചോദിക്കും, നമ്മളാ ഗൾഫിലുണ്ടായിരുന്നേ സുലൈമാനാജിന്റെ ചെറിയ മകന്റെ വിവരം എന്താണ് എന്ന് ചോദിക്കും. അപ്പൊ ആൾക്കാർ പറയും, മോന് അതൊന്നും തിരക്കടില്ല, ആള് വളരെ ഉഷാറാണ്, ഓന്റെ ചങ്ങായിമാരൊക്കെ മോശമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആള് മോശാണ് എന്ന്.
മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിന്റെ മേൽ ആയിരിക്കുമെന്നാണ്. അതിനാൽ നല്ല കൂട്ടുകെട്ടുകളിലേക്ക് കുട്ടികളെ അയക്കണം. അതിനാണ് സമസ്തയുടെ പോഷക സംഘടനകൾ കുട്ടികളെ നല്ല കൂട്ടുകെട്ടിലേക്കാക്കണം. സുന്നി ബാലവേദി SBയിലാക്കണം, SKSSFിലാക്കണം, SYSലാക്കണം. നല്ല കൂട്ടുകാരൻ എന്തായാലും നന്നായി തീരും എന്ന കാര്യം ഉറപ്പാണ്. മനുഷ്യൻ അവന്റെ കൂട്ടുകാരൻ ഏത് റൂട്ടിലാ പോവുക, ആ റൂട്ടിലാ പോവുക. അതുകൊണ്ട് നല്ല കൂട്ടുകാരിലേക്ക് മക്കളെ അടുപ്പിച്ചുകൊണ്ട്, നല്ല ഗുരുനാഥന്മാരിലേക്ക് അടുപ്പിച്ചുകൊണ്ട്, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെയൊക്കെ മക്കളെ നന്നാക്കിയെടുക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. ദാറുൽ അസ്ഹറിനെ എല്ലാവരും കാര്യപ്പാത്ത് ജീവിതം ശരിയോ തെറ്റോ എന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് ഉമർ അലി ശിഹാബ് തങ്ങൾ അനുസ്മരിച്ച്, ബഹുമാനപ്പെട്ട വാവാട് ഉസ്താദിനെ അനുസ്മരിച്ച്, അവരുടെയൊക്കെ താരീഖുകൾ, ചരിത്രങ്ങൾ പഠിച്ച് അവരുടെ മാർഗത്തിൽ നമ്മളെല്ലാവരും മുന്നോട്ട് പോകണം. ദാറുൽ അസ്ഹറിനെ എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ ശ്രമങ്ങളെയും വിജയിപ്പിക്കട്ടെ. നമ്മുടെ എല്ലാ പരിശ്രമങ്ങളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറായ രൂപത്തിലാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ എഴുന്നേറ്റ് പോകരുത്. എനിക്ക് ശേഷമുള്ള സംസാരങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടുത്തെ കുട്ടികളുടെ ചെലവ് ഉറൂസിൽ നിന്നാണ് കണ്ടെത്താറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വർഷത്തെ ഒരു കുട്ടിയുടെ ചെലവ് 35,000 രൂപയാണ്. 6 മാസം 18,000 രൂപയാണ്. 3 മാസം 9,000 രൂപയാണ്. 1 മാസം 3,000 രൂപയാണ്. 10 ദിവസത്തെ ചെലവ് 1,000 രൂപയാണ്. ഒരു ചാക്ക് അരിക്ക് 2,000 രൂപയാണ്. ഇവരൊരു സ്ലിപ്പ് വിതരണം ചെയ്യും. അതിൽ കഴിവിനനുസരിച്ച് എല്ലാവരും രേഖപ്പെടുത്തി തിരിച്ചേൽപ്പിക്കണം. സ്ഥാപനത്തിന്റെ കൂടെ എല്ലാവരും ഉണ്ടായിരിക്കണം എന്നറിയിച്ചുകൊണ്ട് വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ദുആ ചെയ്യണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.